അപ്പം ഇന്നൊരു ഞായറാഴ്ച ദിവസം. അപ്പോൾ മദ്രസ വിട്ട് വന്ന് നോക്കുമ്പോൾ ഉമ്മച്ചിൻ്റെ അവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കുത്തിർക്കണം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് നോക്കുമ്പോൾ റിച്ചുകുട്ടിനെയും കാണാനില്ല, അപ്പച്ചിനെയും ഇമ്മാനെയും താത്താനെയൊന്നും കാണാനില്ല. താത്ത പിന്നെ ക്ലാസ്സിന് പോയിക്കായിരുന്നു എനിക്കൊരു തോന്നൽ. റിച്ചുകുട്ടൻ പിന്നെ കളിച്ചാനും പോയിക്കുക. അപ്പച്ചി പിന്നെ അങ്ങാടിയിലേക്കായിരുന്നു. പിന്നെ ഉമ്മച്ചിനെ കാണാനില്ല. ഞാൻ വെറുതെ റൂമിലേക്കൊന്ന് കയറിയൊക്കെപ്പുണ്ട്. ഉമ്മച്ചി അവിടെ കിടക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞു തലവേദനയാണ്. അപ്പോൾ ഞാൻ അടുക്കളയ്ക്കൊന്ന് വെറുതെ ഒന്ന് നോക്കി. അപ്പോൾ അവിടെ നിറച്ച് പാത്രങ്ങൾ മോറാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം മോറിന് വെക്കുന്നത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഈ അമ്മച്ചി കിടക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ടോ ഗൈസ്. അപ്പം ചാളൊക്കെ ഞാൻ തന്നെ എടുത്ത് കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ കാട്ടി പാത്രം മോറുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ എല്ലാ പാത്രങ്ങളും മോറിയിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമ്മൾ വെക്കേണ്ട സ്ഥാനത്തേക്ക് എല്ലാതും വെച്ച് കൊടുക്കാറുണ്ട് ഗൈസ്. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് പണിയൊക്കെ എടുക്കുന്നത്. രാവിലെ ഒന്നും ഞാൻ പാത്രം മോറല തന്നെ അല്ല, തിന്ന പാത്രം തന്നെ ചിലപ്പോൾ മോറുള്ളൂ എനിക്ക് തോന്നിയാൽ. ഞാനൊരു നല്ലൊരു മടിച്ച് തന്നെയാണ് ഗൈസ്. പിന്നെ അവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഉമ്മച്ചി പറഞ്ഞാലും വേണമെങ്കിൽ എടുക്കാനൊന്നും ഉണ്ടാവില്ല, എനിക്കൊന്നും തോന്നണം. ഞാൻ പിന്നെ ഇങ്ങനെ മടിച്ചാൻ കാരണം എനിക്കൊരു താത്ത ഉണ്ടല്ലോ, ഓളന്നെ. ഓള് പണിയൊക്കെ എടുക്കുമ്പോൾ ഓളന്നെ എടുത്തോട്ടെ എന്നൊക്കെ കരുതും. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ മടിച്ചത്. അപ്പോൾ എന്നാലും എടുക്കലൊക്കെ ഉണ്ട്, എനിക്കത് തോന്നണം എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രമൊക്കെ മോറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല പാത്രം മോറുന്നത്. അപ്പം അങ്ങനെ നമ്മളെ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. പിന്നെ നോക്കുമ്പോൾ മഞ്ചമ്മ ഇഷ്ടംമാതിരി വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അതൊക്കെ ഒന്ന് തട്ടിക്കളയാണ്. മഞ്ചമ്മ എന്നാലും റിച്ചുകുട്ടനെ മുട്ടായി ഇന്നതും ഇന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ റിച്ചുകുട്ടൻ വന്നപ്പോൾ ഞാൻ റിച്ചുകുട്ടനോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തായിട്ടാ. ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്കേനെ എടുത്തിനെ. അപ്പോൾ ഓനെടുത്ത് തന്നാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ ഒരു ട്രൈപ്പോഡ് എന്തായാലും വാങ്ങണം ഇൻഷാ അല്ലാ. അത് വാങ്ങാതെ കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടോ. പിന്നെ ഞാൻ വീതിനൊക്കെ ഒന്ന് തുടച്ചിട്ടു. വീതിനെ വൈബ്രേറ്റ് തുടച്ചപ്പോൾ ശരിക്കും കണ്ട് വെള്ളം പോയിട്ടില്ലേനു കേട്ടോ. പിന്നെ ഞാൻ കണ്ടം കൊണ്ടൊന്ന് തുടച്ചു. പിന്നെ ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കുകയാണ്. ഗ്യാസ് അടുപ്പുമ്മേലും ഇഷ്ടമാതിരി പൊടിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാ പാത്രങ്ങളും അവിടെ വീതന്മക്ക് വെച്ചിട്ട് അങ്ങനെ കേൾക്കുകയാണ്. ഞാൻ സാധാരണ ഈ പണിയൊന്നും എടുക്കലില്ല. ഞാനൊരു നല്ല മടിച്ചിയാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേമാതിരിക്ക് നല്ലൊരു മടിച്ചിയാണ്. ഈ പണി താത്ത എമ്മച്ചൊക്കെ എടുക്കൽ. ഞാൻ ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഗൈസ്. ആദ്യമായിട്ട് ആൾക്കാർ ഞാൻ ഇത്രക്കും പണി രാവിലെ തന്നെ വീട്ടിലെടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കി ആ വെള്ള ഷീറ്റുമ്മൊക്കെ ഞാൻ പൊടിയൊക്കെ തട്ടിട്ടോ. ആദ്യം ഞാൻ ആ വെള്ള ഷീറ്റൊന്ന് തുടച്ചിട്ടതേനു. പിന്നെ ഞാൻ മണ്ടത്തരം കാട്ടിട്ടോ ഗൈസ്. ലാസ്റ്റ് ആ പൊടിയൊക്കെ വെള്ള ഷീറ്റുമ്മൊക്കെ തന്നെ ആയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ തുടച്ച് കളയേണ്ട അവസ്ഥ വന്നു. ഞാനതൊക്കെ ഒന്ന് നിലത്തേക്ക് ഇട്ടുകയാണ് കേട്ടോ ഗൈസ്. അടിച്ചു വരുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോഴത്തേന് ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിക്കണം കേട്ടോ. പിന്നെ അതാ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. കബോർഡിലാകെ വേസ്റ്റൊക്കെയാണ്. റിച്ചുകുട്ടൻ കൊത്തക്കല്ല് കളിച്ചാൽ കൊടുന്ന കല്ലും എൻ്റെ കുറേ ബണ്ണും ക്ലിപ്പും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിക്കണം കേട്ടോ ഗൈസ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് നോക്കണുണ്ട്, നിറച്ച് പൊടിയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം 5 വട്ടം തട്ടിയതാണ്. പിന്നെ ഞാൻ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അയിമക്ക് തന്നെ തട്ടണ്. 2ാം വട്ടം പണിയെടുക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഫുഡിനില്ല വെള്ളം തീമച്ചു. ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് പൊള്ളിക്കണം. ആദ്യമായിട്ടാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് മേലൊക്കെ നിറച്ച് കൈയിൻ്റെ പാട്. ഫ്രിഡ്ജ് തുറക്കുമ്പോഴും പിടിച്ചുമ്പോഴൊക്കെ കൈയിൻ്റെ പാടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാട്ടോ തുറക്കണത്. ഈ പണിയൊക്കെ ഉമ്മച്ചിയാണ് എടുക്കൽ സാധാരണ. ഞാൻ അങ്ങനെയൊന്നും എടുക്കലില്ല. ഞാൻ പാത്രം മോറിയിട്ടാണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മളെ പേരൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി വന്നപ്പോൾ ഉമ്മച്ചിയൊക്കെ ആകെ സന്തോഷമായി.